ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ വളകളും പ്ലാസ്റ്റിക് കവറുകളുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വള കവറിൽ ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവർ വളയിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ പിടിച്ചു കൊടുത്തിട്ടുള്ള ഭാഗം വളയുടെ നടുക്കായിട്ട് വരണം. ഇനി നമ്മൾ ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വളകളിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പൊ നമ്മൾ അതിൽ കെട്ടി കൊടുത്തിട്ടുള്ള നൂലൊന്നും കാണില്ല. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള വളകളിലും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ വളകളിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ അതൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പിരിച്ചെടുത്താൽ മതി. ഇതുപോലെയുള്ള രണ്ടെണ്ണം കൂടെ നമുക്ക് വേണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. അതിൻ്റെയും അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമ്മളിതിൻ്റെ രണ്ട് സൈഡും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മളതൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ വളകളിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരെണ്ണം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്കാണ് ബാക്കിയുള്ള 3 വളകളും ഒട്ടിച്ചെടുക്കേണ്ടത്. അത് 3ഉം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് 3ഉം ഇതിന് താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് നമുക്കതിന് താഴെയായിട്ട് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. പഴയ വളകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക. ഇതുപോലെ ഒരെണ്ണം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ അതിലേക്ക് വെച്ച് നോക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 എണ്ണവും അതിലേക്ക് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതും നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ പഴയ മാലയുടെ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്ത് ഭംഗിയാക്കാം. നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.